ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ SCRT-ക്കകത്തെ 2025-ലെ 10th സ്റ്റാൻഡേർഡിനകത്തെ കോളം കട്ടിങ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ബ്രെയിൻ റിലേറ്റ് ചെയ്ത് എല്ലാ പരീക്ഷകൾക്കകത്തും വരുന്ന ഒരു കണ്ടന്റ് ആണ് ബ്രെയിൻ. അപ്പൊ നിങ്ങൾക്ക് സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് ഇവയൊക്കെ അറിയാം. ഇപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് അഡീഷണലി ബാക്കിയുള്ള ഇതിനേക്കാളും മിഡ് ബ്രെയിനും പോൺസും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പൊ സെറിബ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടും. ഇപ്പൊ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം ആണ് ഏത്? ഗ്രേ മാറ്റർ എന്ന കോർട്ടെക്സ്. വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്ത് മെഡുല്ല എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ, പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിങ്ങും പ്ലാനിങ്ങും നമുക്ക് ഐച്ഛികമായിട്ടുള്ള ചലനങ്ങളെല്ലാം വരുന്നുണ്ട്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന ഇവയുടെ എല്ലാം കേന്ദ്രമാണ്. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നത് ആര് മൂലമാണ്? സെറിബ്രം മൂലമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ശരീര തുലനില നിവർത്തിക്കാൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി അടുത്തത് തലാമസ്. മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നു ഈ ഭാഗത്താണ്. മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്തേക്ക് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുന്നു. ഇനി ഹൈപ്പോ തലാമസ് ആണെങ്കിൽ ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി കൈവരിക്കുന്നു. ഹൈപ്പോ തലാമസ് ആണ്. ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നു. ഹൈപ്പോ തലാമസ്. ഇനി മിഡ് ബ്രെയിൻ ആണ് എങ്കിൽ എന്തിനകത്താണ് വരുന്നത്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളുമായി പ്രാഥമികമായി വിലയിരുത്തുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞത്. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു മിഡ് ബ്രെയിന്. കണ്ണുകൾ, പുരുകങ്ങൾ എന്നിവയുടെ ചലനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു മിഡ് ബ്രെയിന്. അപ്പൊ കാഴ്ച, കേൾവി, കണ്ണുകൾ, പുരുകങ്ങൾ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം മിഡ് ബ്രെയിന്. ഇനി കണ്ണിലും മുഖത്തും ഉള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു പോൺസ്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഈ 4 പോയിന്റ് അഡീഷണലി നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നു പോൺസ്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു പോൺസ്. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു മിഡ് ബ്രെയിന്. കണ്ണുകൾ, പുരുകങ്ങൾ എന്നിവയുടെ ചലനത്തിന് ഈ ഭാഗത്തിന് പങ്കുണ്ട്. മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു മെഡുല ഒബ്ലോങ്കേറ്റ. ഇത്രയുമാണ് നമുക്ക് ബ്രെയിൻ റിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഓരോ ടോപ്പിക്സിനകത്തും ഇഷ്ടം പോലെ പുതിയ പുതിയ പിന്നെ കണ്ടന്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഇവർ പുതിയ ടെക്സ്റ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് പഠിച്ചെടുത്ത് വരിക എന്നിട്ടുള്ളത് നല്ല എന്താണ് എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് LDC ഒക്കെ നോക്കുന്നവര് കൃത്യമായിട്ടും ഇപ്പോഴേ പഠിച്ചു പോകണം. ഏകദേശം അത്രയും ടൈംസ് എടുക്കും അതൊക്കെ ഒന്ന് ലെവലായി വരാൻ വേണ്ടിയിട്ട്. അപ്പം LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇപ്പോഴേ പുതിയ SCRT വെച്ചിട്ട് പഠിച്ചു തുടങ്ങണം കേട്ടോ. അടുത്തത് നമുക്ക് വേറൊരു കട്ടിങ്സിനകത്ത് വരുന്നത് നമ്മുടെ കണ്ണുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. തിമിരം, നേത്ര ലെൻസ് അതാര്യമാകുന്നു. ഗ്ലൂക്കോമ, അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുത്തുന്നുണ്ട്. മർദ്ദം കൂടിയ നേത്രനാഡി തകരാറിലാകുന്നു. അപ്പൊ മർദ്ദം കൂടുന്നത് മൂലമാണ് ഗ്ലൂക്കോമ ഉണ്ടാകുന്നത്. അപ്പൊ മർദ്ദം കൂടി നേത്രനാഡിയാണ് ഇവിടെ തകരാറിലാകുന്നത്. ചെങ്കണ്ണ് നേത്രാവരണത്തിലെ അണുബാധയാണ്. ഇനി പുതിയ ഒരെണ്ണമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥ ഏത് രോഗം ആണ്? ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി. നിശാന്തത, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി, സിറോഫ്താൽമിയ, വൈറ്റമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അധാര്യമാകുന്നു. ലെൻസ് അധാര്യമാകുന്നു പറഞ്ഞപ്പം തിമിരം ആണ്.
കോർണിയ അധാര്യമാകുന്നു സിറോഫ്താൽമിയാണ്. പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥ ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞത്. ചിലയിനം സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ഇല പൊഴിക്കുകയും ചെയ്യുന്നത് ഓരോ പ്രത്യേക കാലങ്ങളിലാണ്. ഇലകളിൽ കാണുന്ന ഫൈറ്റോക്രോം എന്ന ഒരിനം പ്രോട്ടീനാണ് ഈ ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കുന്നത്. എന്താണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത്? ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് പീനിയൽ ഗ്ലാൻഡ് എന്നൊക്കെ പറയത്തില്ലേ, ലൈക്ക് വൈസ് ഇവിടെ ഫൈറ്റോക്രോം എന്ന ഒരിനം പ്രോട്ടീൻ ആണ് ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കുന്നത്. ഫൈറ്റോക്രോം അതത് കാലങ്ങളിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനെ ഫൈറ്റോക്രോം. അപ്പൊ നമുക്കിപ്പം റംബൂട്ടാനായാലും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെയല്ലേ ഇത് വീണ്ടും വീണ്ടും പൂക്കുന്നത്. അപ്പൊ അതത് കാലങ്ങളിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനെ മാവായാലും ചക്കയായാലും ഒക്കെ അതാത് കാലങ്ങളിൽ ലഭിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനെ ഫൈറ്റോക്രോം തിരിച്ചറിഞ്ഞാണ് ഈ ക്രമീകരണം നടത്തുന്നത്. ഈ പ്രതിഭാസമാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞത്. ഒരു നഗരവിളക്കിന് സമീപം വളരുന്ന മരത്തിൽ വിളക്കിനോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പുകളിലെ ഇലകൾ മാത്രം പൊഴിയാത്തത് പ്രകാശ മലിനീകരണം സസ്യങ്ങളുടെ ഫോട്ടോ പീരിയോഡിസത്തിൽ വരുത്തുന്ന മാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പൊ അതായത് ഒരു നഗരവിളക്കിന് സമീപം വളരുന്ന മരത്തിൽ വിളക്കിനോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പുകളിലെ ഇലകൾ മാത്രം പൊഴിയാത്തത് പ്രകാശ മലിനീകരണം സസ്യങ്ങളുടെ ഫോട്ടോ പീരിയോഡിസത്തിൽ വരുത്തുന്ന മാറ്റത്തിന് ഉദാഹരണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ കുറച്ച് ഫിസിക്സ് റിലേറ്റ് ചെയ്ത് പറയുകയാണ്. ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് എന്നുള്ള സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. റേഡിയോ, ടെലിഫോൺ, ടെലിഗ്രാഫ്, ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായ അടിത്തറയിട്ടു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. അദ്ദേഹത്തോടുള്ള ആദരക സൂചകമായിട്ടാണ് ആവർത്തിക്ക് ഹെഡ്സ് എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സ് ആണ് ഫ്രീക്വൻസി റിലേറ്റ് ചെയ്ത് വൈദ്യുത കാന്തി തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി അടുത്തത് നമുക്കൊരു കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. ഏതാണ്? ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് കാഴ്ചാ ദിനമായിട്ട് ആചരിക്കുന്നത്. നേത്രാരോഗ്യ സംരക്ഷണത്തിനുള്ള അവബോധം വളർത്തുന്നതിനാലാണ് ലോകാരോഗ്യ സംഘടനയും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസി IAPB അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും കൂടെ ചേർന്നിട്ട് ഈ ദിനം ആചരിക്കും. ഇപ്പം ലോകാരോഗ്യ സംഘടന മാത്രമല്ല, അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും കൂടെ ചേർന്നിട്ടാണ് ഈ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. കുട്ടികളുടെ കാഴ്ച സംരക്ഷിക്കുന്നതിനായിട്ട് സ്ക്രീൻ ഉപയോഗ സമയം കുറയ്ക്കുക, പതിവ് കാഴ്ച പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 14 ഭാഷകളിൽ ലഭ്യമായ ഒരു സൗജന്യ ആപ്ലിക്കേഷനായ WHO ഐസ് 8 വയസ്സും അതിന് മുകളിലും ഉള്ള 8 വയസ്സും അതിന് മുകളിലുമുള്ള പ്രായമുള്ളവർക്കായി വീട്ടിൽ വെച്ച് തന്നെ കാഴ്ച പരിശോധന സാധ്യമാകുന്നു. വീട്ടിൽ വെച്ച് തന്നെ കണ്ണട, തിമിര ശസ്ത്രക്രിയ പോലെ ചെലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ ചില കാഴ്ച പരിമിതികൾ പരിഹരിക്കാനാവും. അപ്പൊ എത്ര ഭാഷകളിലാണ് WHO ഐസ് എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് ലഭ്യമാവുന്നത്? 14 ഭാഷകളിൽ. എത്രയാണ്? 14 ഭാഷകൾ. എത്ര വയസ്സ് മുകളിലുള്ളവർക്കാണ്? 8 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ളവർക്ക് വീട്ടിൽ വെച്ച് തന്നെ കാഴ്ച പരിശോധന സാധ്യമാക്കുന്നു. കണ്ണട, തിമിര ശസ്ത്രക്രിയ പോലെ ചെലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ ചില കാഴ്ച പരിമിതികൾ പരിഹരിക്കാനാവും. അപ്പം ഇത് പിന്നെ ആരാണ് ഇറക്കിയിരിക്കുന്നത്? അതായത് ഒരു സൗജന്യ ആപ്ലിക്കേഷൻ WHO ഐസ് എന്ന കാര്യം പഠിച്ചു വെക്കുക. 8 വയസ്സിന് മുകളിൽ എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ 1 മണിക്കൂറിൽ കൂടുതൽ മൊബൈലൊന്നും കാണിക്കരുതെന്ന് പ്രത്യേകം ലോകാരോഗ്യ സംഘടനയൊക്കെ നിർദ്ദേശങ്ങൾ ഇതുവഴി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ലോക കാഴ്ച ദിന സന്ദേശത്തിന് ഒരു തീമുണ്ട് 2024. കുട്ടികളെ, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു അതിന്റെ തീം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2025 വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതുകൂടെ നോക്കി വെച്ചിട്ട് വേണം ആ ഒരു ടൈമിലുള്ള എക്സാംസിനൊക്കെ പോകാൻ വേണ്ടി. ഇപ്പൊ 2024 ലോക കാഴ്ച ദിന സന്ദേശം കുട്ടികളെ, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു.
അപ്പം ഒന്നുകൂടെ പറയാം, ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. നേത്രാരോഗ്യ സംരക്ഷണത്തിനുള്ള അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും ഈ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. കുട്ടികളുടെ കാഴ്ച സംരക്ഷിക്കുന്നതിനായിട്ട് സ്ക്രീൻ ഉപയോഗ സമയം കുറയ്ക്കുക, പതിവ് കാഴ്ച പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് 10th മെയിൻസിനും ഉള്ളതും +2 ലെവൽസ് എക്സാംസിനും എല്ലാം ഇത് ഉപകരിക്കുന്നതാണ്. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും ഉണ്ട്. എല്ലാത്തിന്റെയും PDF അവൈലബിൾ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം കൊടുക്കും. സിലബസ് ബേസ്ഡ് ഉണ്ടായിരിക്കും. പുതിയ SCRTയും പഴയ SCRTയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും PYQs 2000-ൽ കൂടുതൽ PYQs 2021 മുതൽ 25 വരെയുള്ള PDF ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഡെയിലി ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ PDF എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഓരോ ദിവസവും എന്നിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്, മാത്സ് ഇതിനകത്തില്ല, ബാലൻസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. കറണ്ട് അഫേഴ്സും അഡ്മിനിസ്ട്രേഷനും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും എല്ലാം ഇതിനകത്തെല്ലാം NCERT അതായത് സിലബസ് അനുസരിച്ച് ഓരോന്നിനും വേണ്ടതായിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഇതിനോട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഒറ്റയ്ക്കൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ അങ്ങ് ഒരു മടുപ്പ് അനുഭവപ്പെടും. അതേസമയം കൃത്യമായിട്ട് ഒരാൾ നമ്മൾ ഇന്നത് പഠിക്കണം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും മുന്നോട്ട് കുറെ കൂടെ പഠിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.